ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോമ്പൊക്കെ ആയല്ലോ, നോമ്പിന് ഉണ്ടാക്കുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് കൊടുത്തിരിക്കുന്നത്. ഒരു ഈവനിങ് സ്നാക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും അല്ലാതെയും കഴിക്കാം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ വേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ച് വലിയുള്ളി വേണം, ഒരു 2 വലിയുള്ളി മതി. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് പേസ്റ്റാക്കി വെച്ചത്. പിന്നെ കുറച്ച് ചിക്കൻ പൊരിച്ചിട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്ത് വേണം. പിന്നെ ഒരു പച്ചമുളക് വേണം, അതേപോലെ മല്ലിയിലയാണ് വേണ്ടത്. നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലേക്ക് നടക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സ് തന്നെയാണ്. പാൻ വെച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടുക. അതിലേക്ക് അപ്പം തന്നെ നമുക്ക് സവാളയും മുളക് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വഴറ്റി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് വേണ്ട മസാലകളും ആഡ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും അതേപോലെ ചിക്കൻ മസാലയും പെപ്പർ പൗഡറുമാണ് ഞാൻ ഇട്ടത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കനും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ചിക്കൻ പൊരിക്കുന്ന സമയത്ത് സോയാ സോസ് ആഡ് ചെയ്തിട്ടില്ലേ, ഈ സമയത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ചിക്കൻ പൊരിക്കുമ്പോൾ ആഡ് ചെയ്തിരുന്നു. പിന്നെ മല്ലിച്ചപ്പൊടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് വെക്കാൻ വേണ്ടി ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ സമൂസ ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് അത് 2 പീസാക്കി എടുക്കുക. ഒരുപാട് നീളത്തിൽ വേണ്ട. അതിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് ഈ മസാല നമ്മളൊന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് മസാല ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് മതി. എന്നിട്ട് ഒന്ന് സൈഡിൽ നിന്ന് നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മളൊന്ന് റൗണ്ടിൽ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ മസാലയിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിന്. ഇത് അടിപൊളി ടേസ്റ്റാണ്, ഇങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എന്നിട്ട് ഇതിൻ്റെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ കുറച്ച് മൈദ കലക്കിയത് നമ്മൾ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിൻ്റെ ഒരു വശത്തും അതേപോലെ മറ്റ് 2 വശങ്ങൾ ഓപ്പണായി നിൽക്കുന്നതും കൂടി ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയും മൈദൻ്റെ മാവൊന്ന് വെള്ളത്തിലാക്കിയത് ഒന്ന് പ്രസ് ചെയ്ത് അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ നല്ലോണം വെളിച്ചെണ്ണയിലൊന്ന് മുക്കി പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും പെട്ടെന്ന് നമ്മളെ സ്നാക്ക് റെഡിയാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് വളരെ സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു.